ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ജന സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം നല്ല ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് മാറ്റാൻ തക്ക അത്രയും പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല. സ്പാർക്ക് പ്ലഗിനകത്തായാലും കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്, പക്ഷേ എന്നാൽ പോലും നമുക്കിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, മൈലേജ് ഷോർട്ട് കേസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിലവിൽ 55,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. BS4 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നിലവിൽ നമുക്ക് മൈലേജ് ഷോർട്ട് വരാനുള്ള റീസൺ ഈ ഹെഡിനകത്ത് തന്നെ കാർബണിൻ്റെ ആണ് കേട്ടോ. കരിയുടേതായിട്ടുള്ള പ്രശ്നം കൊണ്ട് വന്നാൽ ഇനി ശരിക്കും 30,000 കിലോമീറ്ററിലാണ് നമുക്ക് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകേണ്ടത്. നമ്മളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതെ കൊണ്ട് നമ്മൾ പുറമേ നിന്ന് എങ്ങനെ ക്ലിയർ ചെയ്താലും മൈലേജ് കയറി വരില്ല കേട്ടോ. കാരണം 30,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ വാൽവിലൊക്കെ കാർബൺ കയറും, റിങ്സിൻ്റെ വൈപ്പിങ് കുറയും, കംപ്രഷൻ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ഗ്രാജുവലി നമുക്ക് മൈലേജ് കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു റീസൺ. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്കൊരു 30,000 കിലോമീറ്ററിലൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം 55,000 കിലോമീറ്ററോളമായി. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ എന്നിട്ട് എയർ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ട് കാർബറേറ്റർ ട്യൂൺ ചെയ്യുമ്പോഴാണ് മൈലേജ് കയറി വരുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് പരമാവധി എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക, കാർബറേറ്റർ ട്യൂൺ ചെയ്യുക. ട്യൂൺ ചെയ്തുമ്പോൾ കിട്ടുന്ന മാക്സിമം നമുക്ക് ട്യൂണിങ്ങിലാക്കി എടുക്കാം. ടാക്കോമീറ്റർ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ടും കുറവാണെങ്കിൽ ഡീകാർബണൈസിങ് എന്തെങ്കിലും ചെയ്യണം. എന്തായാലും അത് ചെയ്യേണ്ട പീരീഡൊക്കെ ഓൾറെഡി കഴിഞ്ഞ് കിടക്കണം കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ഓയിൽ സീലിലൂടെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരംഭമാണ്, ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈയോടെ അത് മാറ്റിപ്പോകാം. അതല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത സർവീസർ എന്തെങ്കിലും നോക്കി അതിനുള്ളിൽ ലീക്കായിട്ട് നമ്മൾ രണ്ടാമത് ക്ലച്ച് സൈഡിൽ നിന്ന് ലീക്കായിട്ട് നമ്മൾ വണ്ടി കയറ്റേണ്ടതായിട്ട് വരും. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കണേ. പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതടങ്ങുന്ന ഒരു യൂണിറ്റാണ് ഇത് കേട്ടോ. അതിൻ്റെയൊക്കെയായാലും തേയ്മാനം പെർഫോമൻസൊക്കെ നോക്കുമ്പോഴും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഈ റോളർ വെയ്റ്റിന് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് തേയ്മാനത്തിൽ. ഒരു സൈഡ് മാത്രം തേഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് മാക്സിമം ഉപയോഗിക്കുക. നമുക്ക് തീരെ കംപ്ലയിൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാറ്റിയാൽ മതി. അത് ഓരോ പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഇതേപോലെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ്സുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ആ കൈയോടെ ആ കൂട്ടത്തിൽ കൂടെ തന്നെ മാറിപ്പോക്കോളും കേട്ടോ. പിന്നെ അതേപോലെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ആയാലും ഓക്കെയാണ്, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ക്ലച്ച് വെയിറ്റ് വന്ന യൂണിറ്റാണ്. ക്ലച്ച് വെയിറ്റ്, റോളർ, പിന്ന് കാര്യങ്ങളൊക്കെ വന്ന യൂണിറ്റാണത്. അത് അത്യാവശ്യം മൂവിങ് പാർട്സുകൾ കൂടുതലുള്ളൊരു യൂണിറ്റാണ്. CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ടായിട്ടാണ് വേരിയേറ്റർ ബോഡിയും അടങ്ങുന്നതൊരു യൂണിറ്റ്, ഇതും ഒരു വന്ന യൂണിറ്റ്. ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുന്നതും മൂവ്മെൻറ്റ് കൂടുതലുള്ള റോളർ, പിന്ന് കാര്യങ്ങളൊക്കെ വന്ന യൂണിറ്റാണത്. അതിൻ്റെ പെർഫോമൻസും ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഴിച്ച് ഗ്രീസിങ്ങൊക്കെ ചെയ്തേക്കണതാണ്. നമുക്ക് ടൈറ്റോ കാര്യങ്ങളോ വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. നമുക്കതിൻ്റെ കിക്കറിൻ്റെ ഭാഗമായാലും ഒന്ന് അഴിച്ച് ഗ്രീസിങ്ങൊക്കെ നടത്തി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് അടി ഭാഗത്തേക്കൂടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഓയിൽ ലീക്കേജ് കാണുന്നുണ്ട്. കണ്ട അത് നമുക്ക് ഓയിൽ ലീക്ക് വന്ന എവിടെയാണെന്ന് വെച്ചാൽ ഈ ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയേക്കണതാണ് ഈ സൈഡിൽ. അപ്പോൾ അത് താഴേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങണതാണ് നമ്മളിപ്പോൾ ആ സൈഡിൽ കാണുന്നത്. അത് നമുക്ക് കൈയോടെ തന്നെ അത് അഴിച്ചിട്ട് ആ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബർ സെറ്റും കൂടി മാറ്റി റീസെറ്റ് ചെയ്യുക. കാരണം ഇത് കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെടില്ല. മാക്സിമത്തിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ അറിയുള്ളൂ. ആകെക്കൂടി നമുക്ക് 800 മില്ലി ഓയിലാണ് വരുന്നത്. അതിനകത്ത് നിന്ന് ഒരു ഡ്രോപ്പ് നഷ്ടപ്പെട്ടാൽ പോലും നമുക്കത് ശരിക്കും നഷ്ടം തന്നെയാണ്. ഓക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനും വരാം. അതേപോലെ തന്നെ അത് ഗ്രീസിങ്ങിനും ഫ്രണ്ട് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യണം, ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്യണം. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ടൊക്കെ അഴിച്ചാണ് കേട്ടോ. ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ലിങ്കിൻ്റെ ബുഷൊന്ന് അഴിച്ച് നമുക്ക് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ നോക്കുമ്പോൾ കോളറിന് ചെറിയ തേയ്മാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോളർ മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ലിങ്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 2022 മോഡൽ ബാറ്ററിയാണ് അതും ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. വോൾട്ട് നമുക്ക് നോക്കുമ്പോൾ 12.89 വരെ കാണിക്കുന്നുണ്ട് നമുക്ക് കേട്ടോ. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം കേട്ടോ. എൻജിൻ ഓയിൽ മാറണം. ഓയിൽ ഡേയ്സൊന്നും പറഞ്ഞിട്ടില്ല, ജോബ് കാർഡിൽ ഓയിൽ ഡേയ്സൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 50,000 കിലോമീറ്ററിലാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 5,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് എൻജിൻ ഓയിൽ. തന്നെയല്ല ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്യാവശ്യം അഴുക്ക് പോലെ ആയിട്ടുണ്ട്. കാർബൺ ശരിക്കും കളറിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. അളവൊക്കെ കറക്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കളറിലൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് 100 എന്നുള്ളൂ.
അതിനിടയ്ക്ക് നമ്മൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി പോകാം. കാരണം 3000 കിലോമീറ്ററാണ് ഒരു ഓയിൽ മാറ്റി കഴിഞ്ഞാൽ അടുത്ത 3000ൽ നമ്മൾ ചേഞ്ച് ചെയ്ത് പോകണം. കാരണം എഞ്ചിൻ്റെ ലൈഫിന് ഡയറക്റ്റ് ബാധിക്കുന്നതാണ് എഞ്ചിൻ ഓയിലൊക്കെ. അതൊക്കെ കറക്റ്റ് ആ പീരീഡിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് വന്ന ഡീറ്റെയിൽസുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആവണതിൻ്റെ അനുസരിച്ചിട്ട് ഇവിടെ നിന്ന് ഇൻഫോം ചെയ്തോളൂ.